Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, Archana, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഊണ് കഴിച്ചോ എല്ലാവരും? ഓക്കെ, സനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ലക്ഷ്മി, ഓക്കെ. മാം ഫുഡ് കഴിച്ചോ? ഓക്കെ, ജിഷ്ട. ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ ഓക്കെ, ആദ്യ ലക്ഷ്മി. മാം ഊണ് കഴിച്ചോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഇന്ന് 2 മണിക്കൂർ എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കുറച്ച് തീർക്കാനുണ്ട്, അതുകൊണ്ടാണ് 2 അവർ എടുക്കുന്നത് കേട്ടോ. വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ മാസം ലാസ്റ്റ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ ഒരു അവർ എനിക്ക് ആഴ്ചയിൽ ആകെ 2 ദിവസമേ വരുന്നുള്ളൂ, 2 അവർ വരുന്നുള്ളൂ. അതിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ് നെക്സ്റ്റ് അവർ എടുക്കുന്നത് കേട്ടോ. നമുക്ക് പറ്റാവുന്നത് മാക്സിമം അതിൽ തീർത്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസം കുറച്ച് അലൻസ് എടുത്താൽ മതി, അത് കരുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. എല്ലാവരും ഓക്കെ അല്ലേ? നമുക്കൊരു 1 അവർ കഴിയുമ്പോൾ ചെറിയൊരു ബ്രേക്ക് തരാം കേട്ടോ. 2:30 ആകുമ്പോൾ ചെറിയൊരു ബ്രേക്ക് തന്നിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് നമുക്ക് അങ്ങനെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ശരി, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലെ? ഇതായിരുന്നു ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ? ക്വാളിറ്റി മാനേജ്മെന്റില് ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില വേർഡ്സുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ? ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയറിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു 9 കമ്പോണന്റുകൾ ഉണ്ട്. അതിനകത്ത് നമ്മൾ 3 കമ്പോണന്റുകൾ ആകെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഒന്ന് അതെ ദിവ്യ, ഇക്വിറ്റി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഫസ്റ്റ് ഏതായിരുന്നു? ആക്സസ് ആയിരുന്നു അല്ലെ? ആക്സസ് അഥവാ എൻട്രി ആയിരുന്നു അല്ലെ? എന്തായിരുന്നു അത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസസ് അല്ലെ? ഹെൽത്ത് സർവീസസ് ലഭിക്കുന്നതിനുള്ള എന്താണ് ആ ഒരു എബിലിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റിനെയാണ് നമ്മുടെ ആക്സസ് അഥവാ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെയിം മീനിങ് ആണ് കേട്ടോ. ചിലപ്പോൾ എൻട്രി എന്ന് കാണുമ്പോൾ അയ്യോ ഈ കമ്പോണന്റ് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നരുത്. എൻട്രി മീൻസ് ആക്സസ് എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. ആക്സസിനെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സുകൾ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്റ്റൻസ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ, ദെൻ കൾച്ചർ. ഓക്കെ, അത് 3 ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആണ് അല്ലെ? സാങ്കേതികമായിട്ടുള്ള കഴിവ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അപ്ലൈ ദയർ നോളജ്, സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് ഓർ ഒക്യുപ്പേഷൻ അല്ലെ? ഒരു പ്രത്യേക ഒരു ജോലി അല്ലെങ്കിൽ പ്രത്യേക ഒരു ഒക്യുപ്പേഷൻ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് അവരുടെ കഴിവും അറിവും അതുപോലെ അവരുടെ എക്സ്പീരിയൻസും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ കമ്പോണന്റ് ആണ്. ദെൻ തേർഡ് വൺ നമ്മൾ പറഞ്ഞത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡിങ് ഈക്വൽ ക്വാളിറ്റി ഓഫ് കെയർ ടു ഓൾ പേഷ്യൻസ് അല്ലെ? റിഗാർഡ്ലെസ് ഓഫ് ദെയർ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ്, എക്കണോമിക് സ്റ്റാറ്റസ് എക്സെട്ര അല്ലെ? അതായത് നമ്മളൊരു വ്യക്തി എല്ലാ ആളുകൾക്കും എല്ലാ പേഷ്യൻസിനും ഒരേപോലെ തുല്യമായ രീതിയിൽ എന്ത് കൊടുക്കാം? ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാം. ഇവയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇതൊക്കെയാണ് ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയറിന്റെ കമ്പോണന്റ്. ഇതുവരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? വായിച്ചൊക്കെ നോക്കിയോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് കമ്പോണന്റ് എന്താണെന്നറിയോ? ഇഫക്റ്റീവ്നെസ് ആണ് കേട്ടോ. എന്താണ് ഇഫക്റ്റീവ്നെസ്? ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫലപ്രാപ്തിയാണ് കേട്ടോ. എന്താണ്? ഫലപ്രാപ്തി.
അതിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാറുണ്ട്. എന്താണെന്നറിയോ? അതായത് പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ ദാറ്റ് ജനറേറ്റ്സ് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ പേഷ്യൻസ് ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ദാറ്റ് ഈസ് കോൾഡ് ഇഫക്റ്റീവ്നെസ്. ഫലപ്രാപ്തി. എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല്? പ്രൊവൈഡിങ് ദ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് that generates a positive change in the patient's health and quality of life. അല്ലെ? അതായത് ഒരു പേഷ്യന്റിന്റെ ഹെൽത്തില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫില് ഒരു പോസിറ്റീവ് ചേഞ്ച് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതാണ് അവിടെ ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. We are interested in the type of care that generates positive change in the patient's health or quality of life. കണ്ടോ? അതായത് providing the health service that generates a positive change in the patient health or quality of life. അല്ലെ? പേഷ്യന്റിന്റെ ഹെൽത്തിനും അവരുടെ ലൈഫിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ജനറേറ്റ് ചെയ്യാൻ പാകത്തിൽ നമ്മളൊരു ഹെൽത്ത് സർവീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അവിടെ ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമാണ് ആ ഒരു ഹെൽത്ത് സർവീസ് നമുക്ക് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ സാധിക്കും. അല്ലെ? അപ്പൊ നോക്കാം. We therefore provide treatments that are known to be fruitful. അല്ലെ? ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് നൽകുന്ന രീതിയിൽ വേണം അവിടെ നമ്മൾ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ. അല്ലെ? ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയേറിയ ഓറൽ റീഹൈഡ്രേഷൻ ORS. അപ്പൊ നിങ്ങൾ ORSന്റെ ഫുൾ ഫോം അവിടെ പഠിച്ചു പോകണം കേട്ടോ. മിക്കവർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കാം കേട്ടോ. ORS എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ടാണ് കേട്ടോ. ഇപ്പൊ ഡയേറിയ ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക്, അല്ലെ? ഡയേറിയ വരുമ്പോ നമുക്കറിയാലോ, ഭയങ്കരമായ വയറിളക്കവും വൊമിറ്റിങ്ങും എല്ലാം ഒരുമിച്ചാണ്. അല്ലെ? അത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തുണ്ടാവും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അല്ലെ? ജലാംശം നഷ്ടപ്പെടും. ഇതിന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചികിത്സിച്ചില്ലാന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കും. അല്ലെ? അപ്പൊ അങ്ങനെ ഡയേറിയ ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മളൊരു ORS കൊടുക്കുകയാണ്. അല്ലെ? ORS കൊടുക്കുമ്പോൾ എന്താണ്? അത് ഓറൽ റീഹൈഡ്രേഷൻ ആണ്. റീഹൈഡ്രേഷൻ സാൾട്ടാണ്. അല്ലെ? ദാറ്റ് മീൻസ് ആ ജലാംശം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇതാണ്. അല്ലെ? ഓക്കെ, ഒരു ORS. സോ അവിടെ എന്താണ്? ഒരു ഡയേറിയ ബാധിച്ച കുഞ്ഞിന്റെ ഹെൽത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് നമ്മൾ ORS കൊടുക്കുമ്പോൾ വരുത്തുന്നത്. അല്ലെ? ഒരു പോസിറ്റീവ് ചേഞ്ച് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കേട്ടോ. ഇഫക്റ്റീവ്നെസ് എന്താണ്? പ്രൊവൈഡിംഗ് ദ ഹെൽത്ത് സർവീസസ് that generates a positive change in the patient's health or quality of life. കേട്ടോ. അതാണ് നാലാമത്തെ കമ്പോണന്റ്, ഇഫക്റ്റീവ്നെസ് കേട്ടോ. അഞ്ചാമത്തെ കമ്പോണന്റ് എന്താണ്? എഫിഷ്യൻസി ആണ്, കാര്യക്ഷമതയാണ്. പലപ്പോഴും ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമതയാണ് ഉദ്ദേശിക്കുന്നത്. That means efficiency is the provision of high quality care at the least possible cost. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് പരമാവധി കുറഞ്ഞ ചെലവില് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഒരു പരിചരണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏറ്റവും ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, കഴിയാവുന്നിടത്തോളം ഏറ്റവും കുറഞ്ഞ ചെലവില് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We are expected to make the best use of resources and avert the waste of our meager resources. We waste resources by prescribing unwanted drugs, stocking more drugs than is needed, and making them expire by buying the supplies and equipment we do not use. And what happens when we stock more drugs than is needed? ശരിക്കും എന്താണ്? ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളുടെ വീഗർ റിസോഴ്സ് എന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ള റിസോഴ്സുകളെ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെ? ആ തുച്ഛമായ റിസോഴ്സുകളെ പരമാവധി വേസ്റ്റ് ആക്കാതെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കണം. അല്ലെ? പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുക, അനാവശ്യമായിട്ട് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഒരുപാട് വേസ്റ്റ് വരാറുണ്ട്. അല്ലെ? അപ്പൊ അവിടെയൊക്കെ എന്ത് സംഭവം? അതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയറിന്റെ ഭാഗമല്ല. നമ്മൾ പറഞ്ഞ എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് പ്രൊവിഷൻ ഓഫ് ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അല്ലെ? ഏറ്റവും കുറഞ്ഞ ചെലവിൽ. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, മിനിമൈസസ് കോസ്റ്റ് കുറയ്ക്കാം. അതുപോലെ തന്നെ റിഡ്യൂസസ് അൺനെസസറി മിനിമൈസ് വേസ്റ്റ് പരമാവധി കുറയ്ക്കാം. പിന്നെ എന്താണ്? റിഡ്യൂസസ് അൺനെസസറി കോസ്റ്റ്, അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ കുറയ്ക്കാം.
എന്നിട്ട് എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസിങ് ദ റിസോഴ്സസ് ടു അച്ചീവ് ദ മാക്സിമം പോസിബിൾ ഔട്ട്കം, അല്ലെ? അതായത് നമുക്കുള്ള ലഭ്യമായിട്ടുള്ള റിസോഴ്സസിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് അതിൽ കുറച്ച് റിസോഴ്സേ ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല, കുറച്ച് റിസോഴ്സസ് ആണെങ്കിലും കൂടെ നമുക്ക് അതിനെ വളരെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്, ദാറ്റ് മീൻസ് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, ദാറ്റ് മീൻസ് നമ്മള് പരമാവധി വേസ്റ്റ് കുറച്ച്, അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ് കുറച്ച്, നമ്മുടെ കയ്യിലുള്ള തുച്ഛമായിട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ്, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആ ഒരു ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. എഫിഷ്യൻസി ഇസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, minimizes waste and reducing unnecessary cost and optimizing the resources to achieve the maximum possible outcome with an available resource. അല്ലെ, നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോഗിച്ചുകൊണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാര്യക്ഷമത. കേട്ടോ, ഓക്കെ. ഇനി അടുത്തത് കേട്ടോ, ആറാമത്തെ കമ്പോണന്റ് ആണ് ഇത് കണ്ടിന്യൂറ്റി, തുടർച്ച. അത് മറ്റൊരു പോയിന്റ് ആണ് കേട്ടോ, കമ്പോണന്റ് ആണ്. എന്താണ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂറ്റി implies that the client receives the full range of health services he or she needs, and that when the case is beyond us, we refer him or her to the right level for further care. അണ്ടർലൈൻ ചെയ്യാട്ടോ. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ തുടർച്ചയാണ്, അല്ലെ? അതായത് ഒരു രോഗിക്ക്, അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസ് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ലഭിക്കുന്നതിനെയാണ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഒരു പേഷ്യന്റിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസസ് റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നൊരു പേഷ്യന്റ്, ആ പേഷ്യന്റിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലാന്നിരിക്കട്ടെ, നമ്മൾ അവരെ ഹോൾഡ് ചെയ്യാണോ വേണ്ടത്? അല്ല, അവരുടെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്തണം. അതിന് എന്ത് വേണം? അവർക്ക് നല്ല ഫെസിലിറ്റി കിട്ടുന്ന, നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന മറ്റ് ഫെസിലിറ്റിയിലേക്ക് അവരെ പറഞ്ഞുവിടണം. അത് മാത്രമല്ല, നമ്മളൊരു പേഷ്യന്റിന് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്, അല്ലെ? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ഡോക്യുമെന്റേഷൻ നമ്മൾ നടത്തണം, അല്ലെ? ഹെൽത്ത് റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്ത് അത് എന്ത് ചെയ്തിരിക്കണം? അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? രോഗിക്ക് ലഭിക്കുന്ന പരിചരണത്തിൽ ഒരു തുടർച്ച കിട്ടണം, ഒരു ബ്രേക്ക് സംഭവിക്കരുത്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടിന്യൂറ്റി implies that the client receives the full range of health services he or she needs, and that when the case is beyond us, we refer him or her to the right level for the further care. Okay, continuity may be attained by the patient seeing the same primary health care worker or by keeping exact health records so that another staff can have sufficient information to follow up the patient. അറിയാലോ എങ്ങനെ നമുക്ക് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ പേഷ്യന്റ് സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ വർക്കറിനെ പോയി കാണും. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ഹിസ്റ്ററി അറിയാൻ പറ്റും, അവർക്ക് എന്താണ് ഇത്ര കാലങ്ങളായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് അവർ സ്ഥിരമായിട്ട് ചികിത്സിക്കുന്ന പ്രൈമറി ഹെൽത്ത് വർക്കറിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അതോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? ബൈ കീപ്പിംഗ് എക്സാക്ട് ഹെൽത്ത് റെക്കോർഡ്, അല്ലെ? അതെ, രോഗിയുടെ ആ ഒരു ഹെൽത്ത് റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമുക്കറിയാലോ, മെഡിക്കൽ റെക്കോർഡൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഹെൽത്ത് റെക്കോർഡിൽ ആ ഒരു രോഗിയുടെ ഫുൾ ഹെൽത്ത് ഹിസ്റ്ററി അതിനകത്ത് ഉണ്ടായിരിക്കാം. എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻസ് അവർ കഴിച്ചിട്ടുണ്ട്, അല്ലെ? എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ ഡയഗ്നോസിസ് ആണ്, അങ്ങനെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഹെൽത്ത് റെക്കോർഡിൽ കിട്ടും, അല്ലെ? അപ്പൊ ആ ഹെൽത്ത് റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള സ്റ്റാഫുകൾക്കും ആ ഒരു പേഷ്യന്റിന് തുടർ നടപടികൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. ഏഴാമത്തെ പോയിന്റ് എന്താണ്? സേഫ്റ്റിയാണ്, സുരക്ഷിതത്വം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കമ്പോണന്റ് ആണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രൊട്ടക്ടിങ് ദ പേഷ്യൻസ് ഫ്രം ഹാം, ഇഞ്ചുറി ഓർ എറർ വൈൽ റിസീവിംഗ് ദ ഹെൽത്ത് കെയർ, അല്ലെ? അതെ, അതായത് അവർക്ക് ആ ഒരു പരിചരണം ലഭിക്കുമ്പോൾ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ, അതായത് അവർക്ക് ഇഞ്ചുറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇഫക്റ്റുകളോ ഒന്നും ഉണ്ടാവരുത്. അതിൽ നിന്നൊക്കെ അവര്
പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പ്രൊട്ടക്ടിങ് ദ പേഷ്യൻസ് ഫ്രം എന്താണ് ഹാം, ഇഞ്ചുറി ഓർ ഇൽനെസ് വൈൽ റിസീവിംഗ് ദ ഹെൽത്ത് കെയർ. ദാറ്റ് മീൻസ് പ്രൊവൈഡിങ് എ റിസ്ക് ഫ്രീ ആൻഡ് സേഫ് എൻവിയോൺമെന്റ് അല്ലെ. അവർക്ക് വളരെ എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, സേഫ്റ്റി ഇംപ്ലൈസ് ദാറ്റ് when providing health services we reduce to the barest minimum injuries, infections, harmful after effects and other dangers to clients and to staff. അതായത് നമ്മൾ ഹെൽത്ത് കെയർ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും എന്താണ് സേഫ് ആയിട്ട് ബെയറസ്റ്റ് മിനിമം ഇഞ്ചുറീസ്, അതായത് അധികം ഇഞ്ചുറി വരാതെ, ഇൻഫെക്ഷൻസ് വരാതെ, മറ്റുള്ള ഹാംഫുൾ ആഫ്റ്റർ ഇഫക്റ്റുകളിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, രോഗികളെ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളുടെ അതിനെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. രോഗികളുടെ കേസ് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ ആ ഒരു സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസിന്റെ മറ്റൊരു കമ്പോണന്റ് കേട്ടോ. ഇപ്പൊ നോക്കാം, when providing quality care we should not put the patient's life at risk അല്ലെ. നമ്മളൊരു ക്വാളിറ്റി ഉള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ ലൈഫിന് റിസ്കിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല അല്ലെ. ഫോർ എക്സാമ്പിൾ, we should not give insecure blood to patients and thereby infect them with HIV or AIDS അല്ലെ. നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ ഒരിക്കലും ഇൻസെക്യൂർ ആയിട്ട് നമ്മൾ ഒരിക്കലും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യില്ല അല്ലെ. എന്തുമാത്രം ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. അങ്ങനെ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് HIV പോലുള്ള, എയ്ഡ്സ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള എന്താണ് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങൾ വരാം അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അല്ലെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. എട്ടാമത്തെ കമ്പോണന്റ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിന് അവിടെയുള്ള സ്റ്റാഫുകളായിട്ടും പേഷ്യൻസ് ആയിട്ടും കമ്മ്യൂണിറ്റിയുമായിട്ടുമുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് കേട്ടോ. നോക്കാം, ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us and our clients. us എന്ന് പറഞ്ഞ ഇവിടെ ഹോസ്പിറ്റലിനെയാണ് കേട്ടോ പറയുന്നത്. hospital with their clients, communities and between health managers and their staff അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന് അവരുടെ പേഷ്യൻസ് ആയിട്ടും കമ്മ്യൂണിറ്റി ആയിട്ടും എന്തിനു പറയുന്ന ഹോസ്പിറ്റലിലുള്ള മറ്റുള്ള കൊളീഗ്സുകളും ഒക്കെ ആയിട്ട് ഒരു പരസ്പരമായിട്ടുള്ളൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെ. അതിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് പറയാൻ സാധിക്കൂ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റർപേഴ്സണൽ റിലേഷൻ എന്തൊക്കെയാണ്, ഒരു നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വി ഷുഡ് ഷോ ദ റെസ്പെക്ട് ടു അവർ ക്ലയൻസ് അല്ലെ. ക്ലയൻസ് മീൻസ് നമ്മുടെ പേഷ്യൻസ് ആണ് നമ്മുടെ ക്ലയൻസ് അല്ലെ. ആ പേഷ്യൻസിനോട് നമ്മൾ വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട് അല്ലെ. പിന്നെന്താണ്, ഫീൽ ഫോർ അവർ പേഷ്യൻസ്. ദാറ്റ് മീൻസ് വി അണ്ടർസ്റ്റാൻഡ് ദെയർ ഫീലിംഗ് അല്ലെ. പേഷ്യൻസിന്റെ ഫീലിംഗ്സുകൾ മനസ്സിലാക്കണം. അതുപോലെ നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. ഒരിക്കലും അവരോട് റൂഡായിട്ട്, മോശമായിട്ട്, അല്ലെങ്കിൽ അവരോട് ഷൗട്ട് ചെയ്ത് അല്ലെ, അങ്ങനെയൊന്നും ഒരിക്കലും അവരോട് സംസാരിക്കാനായിട്ട് പാടില്ല അല്ലെ. അതുപോലെ എന്താണ്, നോട്ട് റിവീൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യൻസ് ടു അതർ പീപ്പിൾ. അവരിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ഒരു കാരണവശാലും മറ്റുള്ള ആളുകളുടെ അടുത്ത് റിവീൽ ചെയ്യാനായിട്ട് പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ എന്താണ്, നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ കണ്ടന്റുകളാണ് അല്ലെ. ഒന്ന് നമ്മൾ പേഷ്യൻസ് ആയിട്ട് ഇടപെടുമ്പോൾ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ട് അവരോട് പെരുമാറാം, അവരുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കാം, അവരോട് ഒരിക്കലും റൂഡായിട്ട് ബിഹേവ് ചെയ്യരുത്, ഒരിക്കലും ഷൗട്ട് ചെയ്യരുത്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തണം. ഇതൊക്കെ എന്താണ്, നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻസിന്റെ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെന്താണ്, ദീസ് വിൽ ഗീവ് റൈറ്റ്സ് ടു ഗുഡ് റിലേഷൻസ് and trust between clients or community and us. Clients regard good interpersonal relationship as an important feature of quality of care. കണ്ടോ, ഇങ്ങനെ ഒരു നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻസിലൂടെ നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ ക്ലയൻസ് ആയിട്ടും കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് അല്ലെ, ആ ഒരു ട്രസ്റ്റ് കുറേയും കൂടെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. കുറച്ചും കൂടെ ആ ഒരു ട്രസ്റ്റ് വർത്തിയായിട്ട് അല്ലെ നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഈ ക്ലയൻസ് വിത്ത് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടാണ് കണക്കാക്കുന്നത്.
ഓക്കെ, അപ്പൊ 8ാമത്തെ കമ്പോണന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്പോണന്റ് എന്ന് പറഞ്ഞ 9th വൺ അമ്നിറ്റീസ് ആണ് കേട്ടോ. എന്താണ് അമ്നിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അമ്നിറ്റീസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഫെസിലിറ്റീസ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ബേസിക് ഈ പറയുന്ന ഫെസിലിറ്റീസ് ആൻഡ് കംഫർട്ട്സ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് ബിയോണ്ട് ദ ബേസിക് മെഡിക്കൽ കെയർ. നമ്മളൊരു ബേസിക് മെഡിക്കൽ കെയറിനപ്പുറത്തേക്ക് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ചില ഫെസിലിറ്റികള്, കംഫർട്ട്സുകള്, അതിനെയൊക്കെയാണ് നമ്മൾ അമ്നിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? facilities and comforts provided to the patients beyond the basic medical care. അല്ലെ, ഏറ്റവും ബേസിക് മെഡിക്കൽ കെയറിനപ്പുറത്തേക്ക് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന ആ ഒരു കംഫർട്ട്സ് അല്ലെങ്കിൽ ഫെസിലിറ്റികളെയാണ് അമ്നിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ദീസ് ആർ ദ ഫീച്ചേഴ്സ് that can be given by our health facilities to make life smooth and pleasant for clients. അല്ലെ, നമ്മുടെ ക്ലയൻസിനെ കുറെ കൂടെ അവരുടെ ലൈഫ് സ്മൂത്ത് ആക്കാനും അവർക്ക് കുറച്ചും കൂടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മറ്റും കൊടുക്കാനായിട്ട് ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കുന്ന മറ്റ് സവിശേഷതകളാണ് അമ്നിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെ, they contribute to clients contentment and make clients ready to use our service. അല്ലെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻസിന് കുറെ കൂടെ സംതൃപ്തമാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് അവരെ റെഡിയാക്കാണ്. നല്ല ഫെസിലിറ്റികൾ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലെ, അത്യാവശ്യം നല്ല ഫെസിലിറ്റികൾ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്. ഇത്തരം ഫെസിലിറ്റികൾ ഉണ്ടാവുമ്പോൾ ആളുകൾ അവിടേക്ക് ആകർഷ്ടരാകും. അവർ കൂടുതൽ അങ്ങോട്ടേക്ക് പോകാനും അവിടുത്തെ റിസോഴ്സസ് ഉപയോഗപ്പെടുത്താനായിരിക്കും അവർ കൂടുതൽ റെഡി ആയിരിക്കും. ഓക്കെ, for example, comfortable seats, television sets, music, educational materials, educative video films, etc. The OPD and wards. അല്ലെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ OPD വാർഡുകളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? നമുക്കറിയാം, ടെലിവിഷൻ സൗകര്യം, TV കാണാം, നമുക്ക് പാട്ട് കേൾക്കുകയും പാട്ട് കേൾക്കാം, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ബുക്സ്, ആർട്ടിക്കിൾസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ശരിക്കും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന അമ്നിറ്റീസ് ആണ്. അല്ലെ, നമ്മൾക്ക് തരുന്ന ബേസിക് മെഡിക്കൽ കെയറിനപ്പുറത്തേക്ക് നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന സേവനങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഹെൽത്ത് സർവീസ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആയോ? 9 കമ്പോണന്റുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഒന്നാമത്തെ എന്തായിരുന്നു? ആക്സസ്. സെക്കൻഡ് വൺ ടെക്നിക്കൽ കോമ്പീറ്റൻസ്. തേർഡ് വൺ ഇക്വിറ്റി. ഫോർത്ത് നമ്മൾ പറഞ്ഞത് ഇഫക്റ്റീവ്നെസ്. അല്ലെ, എന്നുവെച്ചാൽ എന്താണ്? പ്രൊവൈഡിങ് ദ ഹെൽത്ത് കെയർ സർവീസ് that generates a positive change in the patient's health and quality of life. അല്ലെ, then efficiency എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ വിത്ത് അറ്റ് മിനിമം, അതായത് മാക്സിമം മിനിമം ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അല്ലെ, ഏറ്റവും കുറഞ്ഞ ചെലവില്. That means minimizes cost and reducing the unnecessary cost, minimizes waste and optimizing the resources. അല്ലെ, ആ രീതിയിൽ നമ്മളൊരു ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? സേ കണ്ടിന്യൂറ്റി. അല്ലെ, കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? It implies that the client receives the full range of health services as or she needs. അല്ലെ, ഓക്കെ, സേഫ്റ്റി എന്താണ്? Protecting the patients from harm, injury or illness while receiving the health care. That means providing a risk-free and safe environment. Okay. Then interpersonal relation എന്ന് പറഞ്ഞാൽ എന്താണ്? It is the relationship between the hospital with the patients and the community. Okay. Then അടുത്തത് അമ്നിറ്റീസ്. അമ്നിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Comforts and facilities that provided to patients beyond the basic medical care. Okay. ഈ 9 കമ്പോണന്റുകളും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്ത് സർവീസ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ കമ്പോണന്റുകള്? ഓക്കെ ആണോ? കമ്പോണന്റുകള് ജസ്റ്റ് നിങ്ങൾ ആ ഒരു പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കമ്പോണന്റ്സ് ക്ലിയർ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. വായിച്ചു നോക്കൂ കേട്ടോ. 9 കമ്പോണന്റുകളെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കൂ കേട്ടോ.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 9 കമ്പോണന്റുകള് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് കമ്പോണന്റ്സ് ഓഫ് എ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ്? ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസസിന്റെ കമ്പോണന്റ്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം കേട്ടോ. അതുകൂടാതെ എഫിഷ്യൻസി എന്താണ്, ഇഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്താണ്, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അടുത്ത ടോപ്പിക് പറയാലോ നമുക്ക്. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആണ് കേട്ടോ. ഓക്കെ, ക്വാളിറ്റിയെ പറ്റിയുള്ള ചില കാഴ്ചപ്പാടുകള്, വ്യൂ പോയിന്റ്സുകളാണ് നമ്മൾ ഇനി നോക്കിക്കാണുന്നത്. നമ്മൾ തുടക്കം ഒരു കാര്യം പറഞ്ഞു അല്ലെ, എന്താണ് ഒരു ക്വാളിറ്റി, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു വ്യക്തി അതിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത്. എന്നിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത് എന്റെ ചില ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. ഞാൻ നിങ്ങളോട് അത് പറയാണ്, നിങ്ങൾക്ക് അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആവണതില്ല. നിങ്ങൾ എന്താണോ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അതിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഓരോരുത്തരുടെയും ക്വാളിറ്റിയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്? വ്യത്യസ്തമാണ് അല്ലെ? ഓരോരുത്തരും അതിനെ നോക്കിക്കാണുന്ന രീതി വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത് കേട്ടോ. പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കേട്ടോ. ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ കേട്ടോ. നമ്മൾ പ്രധാനമായിട്ടും 3 പേരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഇത് നോക്കിക്കാണുന്നത് കേട്ടോ. നോക്കാം. ദ ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ or stakeholders in service delivery, and each of these groups will hope for different things from the health service. അതെ, ഓരോരുത്തരും ഹെൽത്ത് സർവീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് പല പല കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം 3 പേരുടെ വ്യൂ പോയിന്റിലൂടെ അത് നോക്കിക്കാണാം. ഫസ്റ്റ് വൺ പേഷ്യന്റ് കേട്ടോ. പേഷ്യന്റ് ഓർ ക്ലൈന്റ് അവരെങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസിന് അവരെങ്ങനെയാണ് അവര് നോക്കിക്കാണുന്നത്. പിന്നെ ഹെൽത്ത് സ്റ്റാഫ് എങ്ങനെയാണ് അതിനെ കാണുന്നത്, ഒരു ഹെൽത്ത് കെയർ മാനേജർ എങ്ങനെയാണ് അതിന്റെ അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് എന്താണ്. അങ്ങനെ 3 പേരുടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത് പേഷ്യന്റ് ഓർ ക്ലൈന്റ് ആണ് കേട്ടോ. പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ് ആണ്. എന്താണ് നോക്കി. The research done in different parts of the country reveals that our patients or clients require services that എങ്ങനെയുള്ള സർവീസുകളെയാണ് അവർ ക്വാളിറ്റി ഉള്ള സർവീസസ് ആയിട്ട് ഒരു പേഷ്യന്റ് നോക്കിക്കാണുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പേഷ്യന്റ് ആയിട്ട് പോവാണ്, നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കും. ഇവിടെ പറയുന്ന ഓരോരുത്തരും പറയുമ്പോഴും നമ്മളായിട്ട് ചിന്തിക്കുന്നത് നമ്മളാണെന്ന് വിചാരിക്കും. ഇപ്പൊ പേഷ്യന്റ് ആയിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോകും, ഞാൻ എങ്ങനെയാണ് അത് ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസിനെ നോക്കിക്കാണാം. ഫസ്റ്റ് നോക്കിയേ, ആർ ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് അല്ലെ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദ സർവീസസ് ദാറ്റ് ഷുഡ് ബി എന്താണ്? ദാറ്റ് ഷുഡ് ബി ഡെലിവേർഡ് ഓൺ ടൈം അല്ലെ. സർവീസസ് എങ്ങനെയായിരിക്കണം? കൃത്യസമയത്ത് ഡെലിവറി ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? സർവീസസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ റെസ്പെക്റ്റഡ് മാനർ, ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്റ്റഡ് മാനർ. സർവീസ് അവർക്ക് എങ്ങനെ കൊടുക്കണം? വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരിക്കണം അവർക്ക് സർവീസ് കൊടുക്കേണ്ടത് അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? ആർ സേഫ്, ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്. പിന്നെ എന്തായിരിക്കണം? ഹെൽത്ത് സർവീസസ് ദാറ്റ് ഷുഡ് ബി സേഫ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ ഹെൽത്ത് അല്ലെ. ഹെൽത്തിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ട്, ഒരു പോസിറ്റീവ് ചേഞ്ച് ജനറേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. പിന്നെ എന്താണ്? ആൻഡ് ദാറ്റ് ദേ ക്യാൻ അഫോർഡ് അല്ലെ. അതായത് ഹെൽത്ത് സർവീസസ് ദാറ്റ് ഷുഡ് ബി അഫോർഡബിൾ, എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം. പിന്നെ എന്താണ്? provide them with sufficient information about their condition and treatment. The health services that should be provided with the sufficient information about their condition and treatment. ഒരു രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനും അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. പിന്നെ എന്താണ്? പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദ ഡ്രഗ്സ് ദേ റിക്വയർ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രഗ്സുകളും പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഗീവ് പ്രൈവസി, അവർ കൊടുക്കേണ്ട ഹെൽത്ത് സർവീസ് എന്തായിരിക്കണം? പ്രൈവസിയോട് കൂടി കൊടുക്കണം അല്ലെ. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാത്തിനേക്കാളും ഉപരി ഓൾ ദീസ് സർവീസസ് ആർ within their reach and given in a language that they can understand അല്ലെ. ഈ പറയുന്ന എല്ലാ ഹെൽത്ത് സർവീസസ് അവരുടെ റീച്ചബിൾ ഡിസ്റ്റൻസ് അല്ലെ, അവർക്ക് അവരുടെ റീച്ചബിൾ ആയിരിക്കണം. ഈ പറയുന്ന എല്ലാം എന്താണ്? റീച്ചബിൾ ആയിരിക്കണം, അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കണം.
അതുപോലെ തന്നെ ഹെൽത്ത് സർവീസസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ലാംഗ്വേജില് അല്ലെ, ആ ഒരു പ്രത്യേക അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഒരു പേഷ്യന്റ് എങ്ങനെയാണ് ആ ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിനെ നോക്കി കാണുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പോയിന്റ് പഠിച്ചത് നോക്കിക്ക്, എന്തൊക്കെ പോയിന്റ് ആയിരുന്നു? ആർ ഡെലിവേർഡ് ഓൺ ടൈം, സർവീസസ് ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺ ടൈം, ആൻഡ് പിന്നെന്താണ്, സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ റെസ്പെക്റ്റഡ് ആൻഡ് ഫ്രണ്ട്ലി മാനർ, പിന്നെ ദേ ഷുഡ് ബി സേഫ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ജനറേറ്റ് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ പേഷ്യന്റ്, and they can be affordable, and it provide the sufficient information about their condition and treatment, and they provide all the drugs they want and give the privacy, and these all health services that should be provided within their reach and given in a language that they can understand. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രോഗിയെ സംബന്ധിച്ച് അതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഒരു രോഗി അങ്ങനെയാണ്, ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസിന് അവര് അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഹെൽത്ത് സ്റ്റാഫ് കേട്ടോ. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് സ്റ്റാഫ് എങ്ങനെയാണ് ക്വാളിറ്റിനെ നോക്കിക്കാണുന്നത്? ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് ആവശ്യമായിട്ട് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. നോക്കുക, health provider can provide quality care if he or she has the sufficient knowledge and skills, adequate resources, staff, drugs, supplies, equipment and transport, etc. അല്ലെ. ഒരു ഹെൽത്ത് സ്റ്റാഫിനെ സംബന്ധിച്ച് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് കൊടുക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അവർക്ക് സഫീഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു നല്ല സർവീസ് കൊടുക്കാനുള്ള സഫീഷ്യന്റ് നോളജും സ്കില്ലും അവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള റിസോഴ്സസുകള്, സ്റ്റാഫുകള്, ഡ്രഗ്സ്, സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ നല്ല നോളജ് ഉണ്ട്, അവർക്ക് അതിനുള്ളൊരു പ്രൊഫിഷ്യൻസി ഉണ്ട്, അവർ എന്ത് സേവനം കൊടുക്കാൻ തയ്യാറാണ്. എന്നാലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റാഫ് ഇല്ല, മരുന്നുകളില്ല, സാധന സാമഗ്രികൾ ഇല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ പറയുന്ന എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? ഹെൽത്ത് സർവീസസ് ദാറ്റ് ഷുഡ് ബി സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, opportunity to frequently improve himself or herself, is well paid and rewarded for good work. ഹെൽത്ത് കെയർ സ്റ്റാഫിനെ സംബന്ധിച്ച് അവർക്കൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവര് സേഫ് ആയിരിക്കണം. അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ അവര് സേഫ് ആയിരിക്കണം. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിനെ സംബന്ധിച്ച് അവർക്ക് അതൊരു ക്വാളിറ്റി ആവുള്ളൂ അല്ലെ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫിന് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവര് പറയുന്നത് എന്താണ്? അവർക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഉണ്ടാവണം, അവർ ജോലി ചെയ്യുന്ന സാഹചര്യം അവർക്ക് വളരെ സേഫ് ആയിരിക്കണം, അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരിക്കണം, അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അർഹമായിട്ടുള്ള എമൗണ്ട് അവർക്ക് ലഭിക്കണം. ഇങ്ങനെയൊക്കെയാണ് അവര് ഒരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസിനെ നോക്കിക്കാണുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇതാണ് ഹെൽത്ത് സ്റ്റാഫ് കേട്ടോ. മൂന്നാമത്തെ ആളാണ് ആര്? ഹെൽത്ത് കെയർ മാനേജർ അല്ലെ. ഹെൽത്ത് കെയർ മാനേജർ, ഇപ്പൊ മാനേജർ റോളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് സബോർഡിനേറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൈഡൻസും അല്ലെ കൊടുക്കുന്നത് ആരാണ്? ഹെൽത്ത് കെയർ മാനേജർ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് ക്വാളിറ്റി കെയർ. അദ്ദേഹം എങ്ങനെയാണ് ഒരു ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി, health staff attaining set targets, health staff being frequently supported and supervised. എങ്ങനെയാണ് ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലുള്ള എല്ലാ റിസോഴ്സസിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റുകൾ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന ഹെൽത്ത് സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. ഹെൽത്ത് സ്റ്റാഫുകൾ എപ്പോഴും മാനേജറിനെ സപ്പോർട്ട് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. ഒരു മാനേജർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ സബോർഡിനേറ്റ് തുടർച്ചയായിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് അല്ലെ. പിന്നെന്താണ്? ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പീറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് മതിയാവോളം കോമ്പീറ്റന്റ് ആയിട്ടുള്ള പ്രാവീണ്യമുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻ, എല്ലാ സ്റ്റാഫുകളും അച്ചടക്കമുള്ളവരായിരിക്കണം. ആൻഡ് പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, വർക്കിന് ആവശ്യമായിട്ടുള്ള
റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ഹെൽത്ത് കെയർ മാനേജർക്ക് അതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് മാറുള്ളൂ. അല്ലെ, മാനേജറെ സംബന്ധിച്ച് അവർക്ക് സബോർഡിനേറ്റ്സ് ഉണ്ടാകും. സബോർഡിനേറ്റ്സ് പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കണം. കോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അച്ചടക്കമുള്ളവരായിരിക്കണം. റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രം ഒരു ഹെൽത്ത് കെയർ മാനേജർക്ക് അത് ക്വാളിറ്റിയുള്ള ഹെൽത്ത് സർവീസ് ആയിട്ട് മാറും. അപ്പൊ 3 പേരുടെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കി കാണാം. ഒന്ന് പേഷ്യന്റ്, മറ്റൊന്ന് ഹെൽത്ത് സ്റ്റാഫ്, മൂന്നാമത് ഹെൽത്ത് കെയർ മാനേജർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങളൊക്കെ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അക്രഡിറ്റേഷൻ ഏജൻസിയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് ഈ ഒരു ചാപ്റ്റർ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അക്രഡിറ്റേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോ എന്താണ് അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ? അക്രഡിറ്റേഷൻ ഏജൻസി ഇസ് എൻ എൻറ്റിറ്റി സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, നോർമലി നോൺ ഗവൺമെന്റ്. അല്ലെ, ഒരു അക്രഡിറ്റേഷൻ ഏജൻസി ഇപ്പൊ നമ്മൾ പഠിച്ച NABH, JCI, ഇതൊക്കെ എന്താണ്? ഓരോ അക്രഡിറ്റേഷൻ ഏജൻസികളാണ് അല്ലെ. അവരെന്താണ്? അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒരു സംഘടന എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. നോർമലി എന്താണ്? നോൺ ഗവൺമെന്റൽ ആണ് കേട്ടോ. ഗവൺമെന്റ് ഇതര ഏജൻസിയാണ് കേട്ടോ. എന്താണ് അവരുടെ ഫംഗ്ഷൻ? ഒരു അക്രഡിറ്റേഷൻ ഏജൻസിയുടെ ഫംഗ്ഷൻ എന്താണ്? അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ to decide if it meets a set of needs, that means standards, planned to improve the safety and quality of care. അല്ലെ, അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അക്രഡിറ്റേഷൻ ഏജൻസിയുടെ ഫംഗ്ഷൻ. ശരിയല്ലേ? അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലുകള് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അവര് എല്ലാവിധ സ്റ്റാൻഡേർഡുകളും മീറ്റ് ചെയ്തു പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്ന് പരിശോധിക്കുന്നത് ആരാണ്? അക്രഡിറ്റേഷൻ ഏജൻസിയാണ് അല്ലെ. പിന്നെ എന്താണ്? അക്രഡിറ്റേഷൻ ഇസ് യൂഷ്വലി വോളണ്ടറി ആണ്. അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. അക്രഡിറ്റേഷൻ എന്തല്ല, കമ്പൽസറി അല്ല. അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. അക്രഡിറ്റേഷൻ വേണമെങ്കിൽ അത് ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും തീരുമാനിക്കാം. അവർക്ക് അക്രഡിറ്റേഷൻ വേണോ വേണ്ടയോ അത് അവർക്ക് തീരുമാനിക്കാം. ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരിക്കലും ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ ഹോസ്പിറ്റലുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ലീഗൽ റിക്വയർമെന്റോ കാര്യങ്ങളോ ഇല്ല. ഇറ്റ് ഈസ് എന്താണ്? പ്യുവർലി വോളണ്ടറി ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് എൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. അത് മാത്രമല്ല, it has gained വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് എൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അസസ്മെന്റ് മാനേജ്മെന്റ് ടൂൾ ആയിട്ട് ലോകമെമ്പാടും അംഗീകരിക്കുന്നതാണ് അക്രഡിറ്റേഷൻ ഏജൻസി അല്ലെ. അതായത് ഒരു ക്വാളിറ്റി അസസ്മെന്റ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അസസ്മെന്റ് മാനേജ്മെന്റ് ടൂൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അക്രഡിറ്റേഷനെയാണ് കേട്ടോ.
ക്ലിയർ? അത്രയേ ഉള്ളൂ. അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിയാണ്. അതായത് ആ ഹോസ്പിറ്റലിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൽ നിന്നും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അത് മാത്രമല്ല അതൊരു പൊതുവെ നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഏജൻസി ആയിരിക്കും. അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് കെയറിനെ മുൻനിർത്തിക്കൊണ്ട് അവരെല്ലാവിധ സ്റ്റാൻഡേർഡുകളും പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ അക്രഡിറ്റേഷന്റെ പ്രത്യേകത നമുക്കറിയാം, ഇറ്റ് വോളണ്ടറി ആണ്. അതൊരിക്കലും ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല. പിന്നെ നമ്മുടെ ലോകമെമ്പാടും ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ഒരു നല്ലൊരു മാനേജ്മെന്റ് ടൂളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് അക്രഡിറ്റേഷൻ പ്രോസസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ കേട്ടോ. അക്രഡിറ്റേഷന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് കേട്ടോ. നമുക്ക് ഓരോ പോയിന്റുകളും ക്ലിയർ ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ് അല്ലെ. അതായത് എന്താണ്, പൊതുജനങ്ങളിലുള്ള വിശ്വാസം നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ് അല്ലെ, പൊതുജനങ്ങളിലുള്ള ഒരു വിശ്വാസം ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. വെറുതെ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുത്തില്ല. അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അതിന് നിശ്ചിതമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പൊതുവിശ്വാസം വർദ്ധിപ്പിക്കാൻ, ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അവരെന്താണ്, വളരെ സേഫ് ആയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അത് ഉറപ്പായിരിക്കും. ഒരു സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ് അവിടെ ഗ്യാരണ്ടീഡ് ആയിരിക്കും അല്ലെ, ഉറപ്പുവരുത്തിയിരിക്കും. പിന്നെന്താണ്, ദേ ക്യാൻ നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടുന്ന ഒന്നാണ് അല്ലെ. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പൊതുവെ എന്താണ്, ഒരു മാർക്കറ്റ് വാല്യൂ കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, വിവിധ സോഴ്സസ് ഓഫ് പേയ്മെന്റ്, ചില ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടാവും, മറ്റ് ഗവൺമെന്റ് ഇതര സംഘടനകൾ ഉണ്ടാവും. അപ്പൊ അവരും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ടൈപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ, അവര് തമ്മിലുള്ള ഒരു നെഗോഷിയേഷന് അത് ഇതിന് സഹായിക്കുന്നുണ്ട്. കാരണം അക്രഡിറ്റേഷൻ ഒരു വലിയ കാര്യമാണ്. അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുന്നുണ്ട്. ആ മാർക്കറ്റ് വാല്യൂ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവർക്ക് വിവിധ സോഴ്സസ് ഓഫ് പേയ്മെന്റ്സ്, വിവിധ ഇൻഷുറൻസ് കമ്പനികള്, അതുപോലെ മറ്റുള്ള നോൺ ഗവൺമെന്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളൊക്കെ ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ, അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്, അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, ലിസൺ ടു പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, റെസ്പെക്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് പാർട്ട്നേഴ്സ്. അതിന് പുറമെ അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ് എന്താണ്, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ പേഷ്യൻസിനെ അവരുൾപ്പെടുന്ന കുടുംബാംഗങ്ങളെ റെസ്പെക്ട് ചെയ്യും അല്ലെ. അവരുടെ അവകാശങ്ങൾ അവർ മാനിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരെയും ആ ഒരു പരിചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അവരെയും ആ ഒരു പരിചരണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെന്താണ്, അക്രഡിറ്റേഷൻ ജനറേറ്റ് കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. അതായത് ഒരു ഓപ്പൺ ലേണിംഗിനായിട്ടുള്ള ഒരു സംസ്കാരം അത് ജനറേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ കൂടുതൽ ക്വാളിറ്റി എൻഹാൻസ്മെന്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഇന്നോവേഷൻസ്, റിസർച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു കൾച്ചർ ഓപ്പൺ ചെയ്യാനായിട്ട്, ജനറേറ്റ് ചെയ്യാനായിട്ട് അക്രഡിറ്റേഷൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലെ. ക്വാളിറ്റി എൻഹാൻസ്മെന്റ് ആയിക്കോട്ടെ, പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അതുപോലെ ഇന്നോവേഷൻസ് ആയിക്കോട്ടെ, റിസർച്ച്, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഒരു ഓപ്പൺ ലേണിംഗിന് വലിയൊരു കൾച്ചർ അതിലൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് എന്താണ്, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. അതുപോലെ തന്നെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ അത് മറ്റുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റികളൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് ലീഡർഷിപ്പോട് കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഹോസ്പിറ്റലിനെ വളരെയേറെ സഹായിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അക്രഡിറ്റേഷന് ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പ്രൊവൈഡ് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്, listen to patients and their families and respect their rights, generate a culture that is open to learning, and establish collaborative leadership and continuous leadership. Okay, clear? അയച്ചു നോക്കിക്കോളൂ കേട്ടോ.
നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു JCA. ഞാൻ പറഞ്ഞു ക്വാളിറ്റി അഷുറൻസിൽ നമ്മൾ JCA ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ അല്ലെ. ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ JCA പറ്റി പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ചു കേൾക്കാം. ഇൻട്രൊഡക്ഷൻ ടു JCA. JCAയുടെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കാം. എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, Joint Commission International JCA was established in the 1990s to observe hospital outside the United States. ഈ JCA എന്ന് പറഞ്ഞാൽ ശരിക്കും ബേസിക്കലി ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ US പുറത്തുള്ള ഹോസ്പിറ്റൽസുകള് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട അംഗീകാരം മറ്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1990കളുടെ അവസാനത്തിൽ രൂപം കൊണ്ട ഒരു സംഘടന ആണ് എന്ത് JCA എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് 1990s അവസാനത്തോടു കൂടി രൂപീകൃതമായിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഓർക്കാം, US പുറത്തുള്ള ഹോസ്പിറ്റൽസ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1990s ആ ഒരു അവസാന കാലഘട്ടത്തില് രൂപീകൃതമായിട്ടുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അഥവാ JCA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് JCA, which is also not for profit, presently accredits facilities in Asia, Europe, the Middle East and South America. Okay, JCA എന്ന് പറഞ്ഞൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അതിന് നിലവില് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് കൊടുക്കുന്നുണ്ട്? അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ പറയുന്നത് എ കൗണ്ട് ഓഫ് JCA accredited hospitals worldwide ബ്രാക്കറ്റിൽ ആസ് ലിസ്റ്റഡ് ഓൺ ദി JCA വെബ്സൈറ്റ് till 2015 shows that 820 hospitals in 47 and above countries അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് നമ്മുടെ ലോകമെമ്പാടും ഉള്ള ഏകദേശം ഒരു 47 അതിൽ കൂടുതൽ രാജ്യങ്ങളിലായിട്ട് JCAയുടെ അംഗീകാരമുള്ള എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്? 820 ഹോസ്പിറ്റൽസ് കേട്ടോ. അത് ലിസ്റ്റഡ് ഓൺ ദി JCA വെബ്സൈറ്റിൽ 2015 വരെയുള്ള JCA വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. അപ്പൊ വീണ്ടും മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ മാറിയിട്ടുണ്ടാവും. പക്ഷെ ഓർത്ത് വെക്കാൻ 47 അതിൽ കൂടുതൽ രാജ്യങ്ങളിലൊക്കെ ആയിട്ട്, അതായത് ഈ പറയുന്ന എന്താണ് അങ്ങനെ രാജ്യങ്ങളിലായിട്ട് 820ഓളം ഹോസ്പിറ്റലുകൾക്ക് എന്ത് അംഗീകാരം കൊടുത്തിട്ടുണ്ട്? JCA അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ ഇല്ലേ, അതൊക്കെ JCA അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലാണ്. ഇനി അടുത്തതാണ് 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിയോ JCA അക്രഡിറ്റേഷൻ ഉള്ളത്? 21 കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, കൗണ്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മൊത്തം 820 ഹോസ്പിറ്റല്. അത് ഇന്ത്യയില് 21 ഹോസ്പിറ്റലുകൾക്കാണ് JCAയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. JCA സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. പഠിച്ചതാണ്. ഇനി ഇറ്റ് ഈസ് എ US based not for profit accreditation body which sets and addresses standards for the healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. അതായത് 3 പ്രധാന പ്രവർത്തന മേഖലകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പേഷ്യന്റ് റൈറ്റ്സ്, പിന്നെ പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ 3 പ്രവർത്തന മേഖലകളിലും ഉള്ള ആരോഗ്യ, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആ ഒരു പെർഫോമൻസ്, ആ ഒരു പ്രകടനം വിലയിരുത്താനും അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റാൻഡേർഡുകൾ രൂപീകരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന JCA ആണ് കേട്ടോ. അപ്പൊ US ബേസ്ഡ് ആയിട്ടുള്ള JCA എന്ന് പറയുന്ന ഈ ഒരു ഏജൻസിയാണ് നമ്മുടെ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ. ഒന്ന് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. അങ്ങനെ 3 പ്രവർത്തന മേഖലകളിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ അസസ് ചെയ്യാനായിട്ട്, അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യാനായിട്ട് വേണ്ട ഗൈഡ് ലൈൻസുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് JCA എന്ന് പറയുന്ന ഈ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഓക്കെ, അടുത്തത് JCA ഗോൾസ് ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസ്. അതായത് ലോകമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തില് നമ്മുടെ ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് JCA ലക്ഷ്യമിടുന്നത്. JCAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ഒരു പ്രത്യേക രാജ്യത്തിൽ ഒതുങ്ങുന്നതല്ല, അന്താരാഷ്ട്ര തലത്തില് കേട്ടോ. അതായത് അന്താരാഷ്ട്ര തലത്തില് ഒരു അക്രഡിറ്റേഷൻ സേവനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്
എന്ത് ചെയ്യാം, നമ്മുടെ ഹെൽത്ത് കെയർ അല്ലെ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ക്വാളിറ്റി ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് JCA ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് JCA സ്റ്റാൻഡേർഡ്സ് വുഡ് ടേക്ക് us to improved patient care, safety and path of continuous quality improvement. ഈ JCA സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സേഫ്റ്റി അല്ലെങ്കിൽ കൂടുതൽ പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കെയറിനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം ആയിക്കോട്ടെ, അവരുടെ സേഫ്റ്റി ആയിക്കോട്ടെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വഴികളെല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതിന് JCA സ്റ്റാൻഡേർഡുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദിസ് വുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ്, തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറർ കോൺഫിഡൻസ് ആൻഡ് വുഡ് പ്രൊവൈഡ് ആസ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്. അത് കൂടാണ്ട് ഒരു JCA അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് പേഷ്യൻസിന് മാത്രമല്ല, തേർഡ് പാർട്ടി അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എന്നുവെച്ചാൽ അവർക്കൊരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം JCAയുടെ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് കേട്ടോ. ഓക്കെ, JCA accreditation is the gold standard for quality. ഒരു ക്വാളിറ്റിയുടെ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കുന്നത് JCA accreditation ആണ് കേട്ടോ. കാര്യം എന്താണ്? സിൻസ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ പ്രൊവിഷൻ ഓഫ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും കൊണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ JCA accreditation ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ? നമ്മൾ പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടെ പറയാണ്. JCAനെ പറ്റി പറയുമ്പോൾ ആദ്യം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, അതൊരു US ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. ഓക്കെ, അത് നമ്മുടെ US പുറത്തുള്ള ഹോസ്പിറ്റൽസിനും ഒബ്സർവേഷനും അവർക്ക് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് JCA എന്ന് പറയുന്നത്. അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. നിലവിൽ അത് എന്താണ്, ഈ പറയുന്ന ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്കയിലൊക്കെ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലോകത്ത് JCAയുടെ അക്രഡിറ്റേഷൻ കിട്ടുന്ന എത്ര ഹോസ്പിറ്റലുണ്ട്? 820 ഹോസ്പിറ്റലുണ്ട്. ഇന്ത്യയിൽ എത്രയാണ്? 21 ഹോസ്പിറ്റലാണ് കേട്ടോ. ഓക്കെ, പിന്നെ JCA ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? അതായത് നമ്മുടെ അന്താരാഷ്ട്ര തലത്തില് JCA സേവനങ്ങൾ, അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ഹെൽത്ത് കെയറിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ JCA സ്റ്റാൻഡർഡൈസേഷൻ ഇസ് കൺസിഡർഡ് ആസ് എ ഗോൾഡൻ സിൽവർ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. കാര്യം അത് ഇറ്റ് റിഫ്ലെക്ട്സ് ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്ലിയർ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് JCA accreditation ആണ് കേട്ടോ. JCA accredits 8 types of health care programs. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് JCA എത്ര തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകളെ അംഗീകാരം കൊടുക്കുന്നുണ്ട്. എത്ര തരമാണ്? 8 ആണ് കേട്ടോ. 8 ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിന് JCA അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 8 തരത്തിലുള്ളത്? ഫസ്റ്റ് വൺ, ഹോസ്പിറ്റൽസ്. നമുക്കറിയാലോ, ഹോസ്പിറ്റൽസുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, നമ്മൾ ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. പിന്നെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന ഫെസിലിറ്റികളാണ്. അവിടെ രാത്രി സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്താണ്? അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന അത്തരം സംവിധാനങ്ങള്. അതുപോലെ ഹോം കെയർ ഫെസിലിറ്റീസ് കേട്ടോ. നമ്മൾ ഈ ഹോം ഹെൽത്ത് കെയർ ഏജൻസികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഹോം നഴ്സിനെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ വർക്കേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഹോം ഹെൽത്ത് കെയർ ഫെസിലിറ്റികളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഹോം കെയർ ഫെസിലിറ്റീസ്. പിന്നെ
ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് അത് തന്നെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ ഷംന. അതുപോലെ ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് അല്ലെ, ലൈക്ക് ഈ പറയുന്ന ജെറിയാട്രിക് കെയർ സെന്ററുകള്, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകള്, അങ്ങനെ അങ്ങനെ ഒരുപാട് നാളുകളോളം പരിചരണം ആവശ്യമായിട്ടുള്ള രോഗികളെയൊക്കെ പാർപ്പിക്കുന്ന ലോങ് ടേം കെയർ ഫെസിലിറ്റികള്. പിന്നെ മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ലൈക്ക് ആംബുലൻസ്, അതൊക്കെ പോലുള്ള മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്, പ്രൈമറി കെയർ സെന്റേഴ്സ്, PHC അല്ലെ, ഹെൽത്ത് സെന്റർ പോലുള്ള പ്രൈമറി കെയർ സെന്റേഴ്സ്, ഇതൊക്കെ എന്താ അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അംഗീകാരം കൊടുക്കുന്നുണ്ട്. 8 തരത്തിലുള്ളത് കേട്ടോ. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽസ്, അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ലാബ് പറഞ്ഞില്ല അല്ലെ, ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഹോം കെയർ ഫെസിലിറ്റീസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൈമറി കെയർ സെന്റേഴ്സ്. ഇത്തരത്തിലുള്ള 8 ഈ ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് JCA അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് തരാം കേട്ടോ. 5 മിനിറ്റ്സ് ബ്രേക്ക് തരാം. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് വാ കേട്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കാരണം ക്ലാസ് ലെഫ്റ്റ് ആയി പോകരുത് കേട്ടോ, ക്ലാസ് ഉണ്ട്. ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സമയം 2:28 ആണ്. നമുക്കൊരു 2:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 2:35 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബ്രേക്ക് തരാം.
ഓക്കെ ഓക്കെ നമുക്ക് തുടങ്ങിയാലോ? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമുക്ക് JCA കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ JCA പ്രധാനമായിട്ടും 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എത്ര ടൈപ്പിന് കൊടുക്കുന്നുണ്ട്? 8 ടൈപ്പുകളാണ് കേട്ടോ. ആ 8 ടൈപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് JCAയുടെ 5th എഡിഷൻ ആണ് കേട്ടോ. JCAയുടെ 5ാമത്തെ എഡിഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഇഫക്റ്റീവ് ഫ്രം 1st April 2014. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. JCAയുടെ 5th എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 2014 ഏപ്രിൽ 1-നാണ് കേട്ടോ. 2014 ഏപ്രിൽ 1-നാണ് JCAയുടെ 5th എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, നിലവിൽ വരുന്നത്. It consists of 4 sections. പ്രധാനമായിട്ടും JCA 5ാമത്തെ എഡിഷന്റെ 4 സെക്ഷൻസുകളാണ് അവിടെ വരുന്നത്. 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 4 സെക്ഷൻസുകളാണ്. ഒന്നാമത്തെ സെക്ഷൻ, 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1, 2, 3, 4 അങ്ങനെ 4 സെക്ഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ എന്താണ് നോക്കുക? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് അഥവാ APR. APR എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇടാം കേട്ടോ. APR എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് ആണ് കേട്ടോ. അതായത് ഒരു അക്രഡിറ്റേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്? അതിനെ സംബന്ധിക്കുന്ന സ്റ്റാൻഡേർഡുകളാണ് സെക്ഷൻ 1-നകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ APR ആണ്, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. അതായത് നമ്മുടെ JCAയുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ റിക്വയർമെന്റ്സുകളാണ് വേണ്ടത്, എന്തൊക്കെ ആവശ്യകതകൾ വേണം, അതാണ് APR, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. അതാണ് സെക്ഷൻ 1-നകത്ത് പറയുന്നത്. സെക്ഷൻ 2, രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് സെക്ഷൻ 2-നകത്ത് പറയുന്നത്. ഓക്കെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ജസ്റ്റ് നമുക്ക് ആദ്യം സെക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന സ്റ്റാൻഡേർഡുകൾ ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോ സെക്ഷൻ 2 എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. ഇനി സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3-ൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് 3ാമത്തെ സെക്ഷനകത്ത് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ 4th സെക്ഷൻ ആണ്. സെക്ഷൻ 4-ൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കാഡമിക് മെഡിക്കൽ സെന്റർ AMC സ്റ്റാൻഡേർഡ് എന്ന് പറയും കേട്ടോ. അക്കാഡമിക് മെഡിക്കൽ സെന്റർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് സെക്ഷൻ 4-ല് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ JCAയുടെ 5ാമത്തെ എഡിഷൻ നിലവിൽ വരുന്നത് 2014 ഏപ്രിൽ 1-നാണ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും 4 സെക്ഷൻസുകളാണ് വരുന്നത്. സെക്ഷൻ 1-ല് APR, അതായത് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് ആണ്. അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് 1ാമത്തെ സെക്ഷനകത്ത് പറയുന്നത്. 2ാമത്തെ സെക്ഷനിൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളാണ്. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് 2ാമത്തെ സെക്ഷനിൽ പറയുന്നത്. 3ാമത്തേത് ഹോസ്പിറ്റൽ ബേസ്ഡ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് 2ാമത്തെ സെക്ഷൻ 3ാമത്തെ സെക്ഷനിൽ പറയുന്നത്. 4ാമത്തേല് അക്കാഡമിക് മെഡിക്കൽ സെന്റർ, അതായത് മെഡിക്കൽ കോളേജ് പോലെയുള്ള അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് 4ാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിലും വരുന്ന സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. നമ്മൾക്ക് സെക്ഷൻ 2 തൊട്ടാണ് പറയേണ്ടത്.
പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ നിങ്ങൾ ക്വാളിറ്റി അഷുറൻസ് പഠിച്ചപ്പോ NABH നമ്മൾ ഇതിൽ വരുന്ന സ്റ്റാൻഡേർഡുകൾ പഠിച്ചില്ലേ? എന്നതുപോലെ ഇതിനകത്ത് വരുന്ന പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് IPST. IPST എന്ന് പറയുന്നത് ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി കോഡ്സ് എന്നാണ്. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് IPST എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി കോഡ്സ്. രണ്ടാമത്തത് ACC. ACC എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. ഇത് രണ്ടും രണ്ട് കമ്പോണന്റുകളാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ? ആക്സസ് ടു കെയറും പിന്നെന്താണ്? കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ അല്ലെ? അതായത് രോഗിക്ക് പരിചരണങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെയും അതിന്റെ കണ്ടിന്യൂവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് ACCക്കകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ. PFR എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. പേഷ്യന്റും അവരുൾപ്പെടുന്ന അവരുടെ ഫാമിലിയുടെ റൈറ്റ്സ് ആയിട്ട് അല്ലെ, അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. അടുത്തത് AOP. AOP എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. അതായത് പേഷ്യൻസിനെ വിലയിരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് AOP, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. അടുത്തതാണ് COP. COP എന്താണ്? കെയർ ഓഫ് പേഷ്യൻസ്. കെയർ ഓഫ് പേഷ്യൻസ് ആംബുലേറ്ററി. ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ പരിചരണങ്ങൾ കൊടുക്കുന്ന അത്തരം സംവിധാനങ്ങളെയാണ് നമ്മൾ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. അപ്പൊ അവിടെ ഉൾപ്പെടെ ഉള്ള പേഷ്യൻസിന്റെ കെയർ ഓഫ് പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ASC എന്താണ്? അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ ആണ് കേട്ടോ. അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. MMU എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അതാണ് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. PFE എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ഫുൾ ഫോമുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ഒറ്റയടിക്കിരുന്ന് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി വായിക്കുക. IPST, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി കോഡ്സ്. ACC, ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. അതുപോലെ PFR, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. AOP, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്. COP, കെയർ ഓഫ് പേഷ്യന്റ്. ASC, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. PFE, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. അങ്ങനെ ഒരു 2-3 ആവർത്തി നിങ്ങൾ ഡെയിലി വായിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഫുൾ ഫോം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇനി നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇവിടെ എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? പേഷ്യന്റിനെയാണ് അല്ലെ? ശരിയല്ലേ? പേഷ്യന്റ് സേഫ്റ്റി അല്ലെങ്കിൽ ആക്സസ് ടു കെയർ, കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പേഷ്യന്റ് ഫാമിലി റൈറ്റ്, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്, കെയർ ഓഫ് പേഷ്യന്റ്, അനസ്തേഷ്യ സർജിക്കൽ, ഇതൊക്കെ നമ്മൾ പേഷ്യൻസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? അതുപോലെ മെഡിക്കേഷൻ മാനേജ്മെന്റ്, നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത് പേഷ്യൻസിനല്ലേ? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. പേഷ്യന്റിനെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ആദ്യം ഇതിന്റെ ഫുൾ ഫോം അറിയണം. ഫുൾ ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ. അപ്പൊ അത് 2-3 തവണ ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ കിട്ടൂട്ടോ നിങ്ങൾക്ക്. അതിന്റെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കണം. ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് തന്നിട്ട് ഇത് പേഷ്യന്റ് സെന്റേർഡ് ആണോ അതോ ഇത് ഹോസ്പിറ്റൽ ബേസ്ഡ് സെന്റേർഡ് ആണോ, ആ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. അടുത്തതാണ് സെക്ഷൻ 3. മൂന്നാമത്തെ സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ അല്ലെ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് നോക്കിയേ. ഒന്ന് QPS. QPS എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്നാണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അതൊരു ഒരു ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ളതും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താന്നുള്ളതും ഇറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഓക്കെ. സോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. പിന്നെ അടുത്തത് എന്താണ്? PCI. PCI എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ്. പ്രത്യേകിച്ച് ലബോറട്ടറി, നമുക്കറിയാം ലാബിലാണ് കൂടുതലും ഇൻഫെക്ഷൻ ഉള്ള ഒരു ചാൻസ് അല്ലെ? കാരണം ഒരുപാട് സ്പെസിമെൻസുകളുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ലാബിലാണ് നടക്കുന്നത്.
So prevention and control of infection. Okay. Then GLD എന്താണ്? Governance, leadership and direction for hospitals and academic medical institutions. അതിന്റെ ഭരണം, അതിന്റെ നേതൃത്വം, അല്ലെ, അതിന്റെ ഡയറക്ഷൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഹോസ്പിറ്റലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ. ഹോസ്പിറ്റലിന്റെ ഗവേണൻസ്, അവിടുത്തെ ലീഡർഷിപ്പ്, ഡയറക്ഷൻസ്, അല്ലെ, ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസ് മാത്രമല്ല അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽസുകളുടെ ഗവേണൻസ്, ലീഡർഷിപ്പ്, ഡയറക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. പിന്നെ എന്താണ്? FMS ആണ്. FMS എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്തിന്റെ ഫെസിലിറ്റിയാണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റി മാനേജ്മെന്റ്. That means hospital management and safety ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. Okay. Then staff qualification and education. അല്ലെ, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകള്. പിന്നെന്താണ്? മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ അഥവാ MOI. അതാണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമുക്കറിയാം HMS ഒക്കെ ഇനി നിങ്ങൾ പഠിക്കും, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെ. ഇന്നെല്ലാം എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്, അല്ലെ. എല്ലാത്തിനും ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ MOI എന്ന് പറയൂ കേട്ടോ. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്, ഹോസ്പിറ്റലിനെയാണ് നമ്മളോട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പേഷ്യന്റ് സേഫ്റ്റി, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ, ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഹോസ്പിറ്റൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ സെക്ഷനകത്ത് പറയുന്നത്. ഇനി സെക്ഷൻ 4 ആണ്, നാലാമത്തെ സെക്ഷൻ. നാലാമത്തെ സെക്ഷനിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. അതായത് മെഡിക്കൽ കോളേജ് പോലെയുള്ള അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ്? അതിനകത്ത് രണ്ടെണ്ണേ പറയുള്ളൂ. ഒന്ന് മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇതുപോലെയുള്ള അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളിലാണ്, അല്ലെ, മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ MPE. പിന്നെ ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്, അല്ലെ, ഇത്തരത്തിലുള്ള ഗവേഷണ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് എവിടെയാണ്? മെഡിക്കൽ സെന്റർ പോലുള്ള അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളിലാണ്, അല്ലെ. HRT ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്. ഇതാണ് സെക്ഷൻ 4-നകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? 4 സെക്ഷൻസ്. അപ്പൊ ഓർത്ത് വെക്കാം, JCAയുടെ 5ാമത്തെ എഡിഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അത് 2014 ഏപ്രിൽ 1-നാണ് നിലവിൽ വരുന്നത്. ഇതിനകത്ത് 4 സെക്ഷൻസുകളാണുള്ളത്. ഏതൊക്കെയാണ് 4 സെക്ഷൻസുകള്? 4 സെക്ഷൻ 1, 2, 3, 4. ഒന്നാമത്തെ സെക്ഷൻ എന്തായിരുന്നു? APR ആണ്, അല്ലെ, അതായത് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. രണ്ടാമത്തെ സെക്ഷനിൽ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളാണ്. മൂന്നാമത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. നാലാമത്തെ സെക്ഷനിൽ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് JCA 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്
contains. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോഴേ നമുക്ക് ഈ ചാപ്റ്ററിൽ JCA ഉണ്ട്, NABH ഉണ്ട്. NABH നിങ്ങൾ ഇനി പഠിക്കേണ്ട കാര്യമില്ല, കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചതാണ്. ക്വാളിറ്റി അഷുറൻസ് NABH ആ ചാപ്റ്ററിൽ പഠിച്ച അതേ സെയിം കണ്ടന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പിന്നെ നിങ്ങൾക്ക് അവിടെ പഠിച്ച അതേ കാര്യമാണ് NABH പറയുന്നത്. JCA ആണ് എക്സ്ട്രാ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, JCAയും NABH നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടും കുറെ പോയിന്റുകൾ അങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ നോക്കാം, JCA 5th edition of the hospital standards contain എത്ര സ്റ്റാൻഡേർഡുകൾ ഉണ്ടെന്ന് അറിയോ? 285 സ്റ്റാൻഡേർഡ്സ്. എത്രയാണ്? 285 സ്റ്റാൻഡേർഡ്. നമ്മൾ NABHന്റെ പഠിച്ചിരുന്നു, ഓർമ്മയില്ല? എത്രയായിരുന്നു? 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. അതിനല്ലേ നമ്മൾ അവിടെ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് സെയിം കാര്യം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. 10 ചാപ്റ്ററും 100 സ്റ്റാൻഡേർഡുകളും 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് നമ്മൾ NABHനകത്ത് പഠിച്ചത്. ഇവിടെ ചാപ്റ്ററിന്റെ എണ്ണം പഠിക്കാനില്ല. ഇവിടെ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട്? 285 സ്റ്റാൻഡേർഡുകളുണ്ട്. പിന്നെ എത്ര മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്? 1160, 1160 മെഷറബിൾ എലമെന്റ്സ് കേട്ടോ. അപ്പൊ പഠിക്കുമ്പോ കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് പറയാണ്, NABHല് 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. JCAയിൽ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട്? 285 സ്റ്റാൻഡേർഡുകൾ. എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്? 1160 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. നോക്കുക, the standards will be re-examined and published at least every 3 years. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ JCA സ്റ്റാൻഡേർഡുകള് അത് ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്തിരിക്കണം? അത് റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ റീ എക്സാമിൻ ചെയ്യണം, അല്ലെ? റിവൈസ് ചെയ്യണം. എത്ര വർഷം കൂടുമ്പോ? 3 വർഷം കൂടുമ്പോൾ കേട്ടോ. അതേസമയം നമ്മള് NABHൽ എങ്ങനെയാ നമ്മൾ പറയുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ JCAയുടെ സ്റ്റാൻഡേർഡുകൾ ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്തിരിക്കണം? റിവൈസ് ചെയ്തിരിക്കണം. കാര്യം നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ മാറ്റേണ്ടി വരും, അല്ലെ? ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ പുതിയ ചില സ്റ്റാൻഡേർഡുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നും എല്ലാ കാലത്തും ഒരേ സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെ? എന്നുവെച്ചാൽ ചിലത് എന്ത് ചെയ്യും? ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ചില സ്റ്റാൻഡേർഡുകൾ നമുക്ക് എടുത്തു മാറ്റേണ്ടി വരും, ചിലത് പുതിയ സ്റ്റാൻഡേർഡുകൾ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ 3 വർഷം കൂടുമ്പോഴും JCAയുടെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്തിരിക്കണം. അതേസമയം NABHൽ നമ്മൾ പറഞ്ഞത് 4 വർഷമാണ്. ഓക്കെ, NABHൽ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യേണ്ടത് 4 വർഷം കൂടുമ്പോഴാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പോയിന്റുകൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് JCA സർവേ മെത്തഡോളജി ആണ് കേട്ടോ. അതാണ് JCA സർവേ മെത്തഡോളജി. ഇനി JCAയുടെ സർവേ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഈ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത്? സർവേ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത്, അല്ലെ? നമ്മളിപ്പോ അറിയാം, ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ഏജൻസികള് അത് സർവേകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അത് NABH ആയിക്കോട്ടെ, JCA ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യും? സർവേകൾ കണ്ടക്ട് ചെയ്യും, അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്നു, സർവേകളിലൂടെയാണ് അവർ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകളൊക്കെ ഹോസ്പിറ്റലിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അസസ് ചെയ്യുന്നതും അതിനനുസരിച്ച് അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് JCAയുടെ സർവേ മെത്തഡോളജിയാണ് കേട്ടോ. നോക്കാം, തറോ സർവേ പ്രോസസ് ബിക്കംസ് ഓപ്പറേഷണൽ. അതായത് ഒരു നല്ലൊരു സർവേ തന്നെ അതിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സർവേ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ്സ് എ ഫിസിഷ്യൻ, nurse and administrator. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പോ നമ്മുടെ JCA സർവേ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അക്രഡിറ്റേഷൻ പ്രോസസ് അവർ നടത്തുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു സർവേ ടീമിനെ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സർവേ ടീമിന് അതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഈ സർവേ ടീമിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്? ഒന്ന് ഫിസിഷ്യൻ, 2 നഴ്സ്, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. JCAയുടെ സർവേ ടീമിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫിസിഷ്യൻ ഉണ്ടായിരിക്കും, നഴ്സ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ അടങ്ങുന്ന ഒരു സർവേ ടീമാണ് ഈ ഒരു മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഇവരെ നമ്മൾ സർവേയേഴ്സ് എന്നാണ് പറയുക കേട്ടോ. സർവേയേഴ്സ് അസസ് വാരിയസ് യൂണിറ്റ്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് ദെയർ ഫൈൻഡിങ്സ്. അപ്പൊ ഈ ഒരു സർവേ ടീം അഥവാ സർവേയേഴ്സ് എന്ത് ചെയ്യുന്നറിയോ, അവർ ഓർഗനൈസേഷനിലെ വിവിധ യൂണിറ്റുകൾ അവർ അസസ് ചെയ്യും, പരിശോധിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് അവരുടെ ഫൈൻഡിങ്സുകൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് സർവേ ടീം ചെയ്യുന്നത്. സർവേസ് കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് കെയർ പ്രോസസ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പരിചരണ പ്രക്രിയകളെയും കോർഡിനേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസിലൂടെയാണ് നമ്മൾ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. JCA അവരുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവരൊരു സർവേ മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സർവേ മെത്തഡോളജി ഉപയോഗിക്കുന്നു. അതിനായിട്ടൊരു സർവേ ടീമിനെ അവർ നിയോഗിച്ചിട്ടുണ്ട്. ഈ സർവേ ടീമിനകത്ത് ആരൊക്കെയാണ്? ഫിസിഷ്യൻ ഉണ്ട്, നഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഇവരടങ്ങുന്ന ഒരു സർവേ ടീമാണ് ഇത് ചെയ്യുന്നത്. ഈ സർവേയേഴ്സ് എന്ത് ചെയ്യാണ്? ഓർഗനൈസേഷനിലെ വിവിധ യൂണിറ്റുകൾ സന്ദർശിച്ച് അവിടെ എന്ത് ചെയ്യും? അവിടെ അസസ് ചെയ്ത് അവരുടെ ഫൈൻഡിങ്സുകൾ അവരവിടെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവിധ പരിചരണ പ്രോസസ്സുകളെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു സർവേ അവിടെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. അക്രഡിറ്റേഷൻ സർവീസ് എങ്ങനെയൊക്കെ സർവേ നടത്താമെന്നാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, സർവേ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, അതാണ് ഇനി പറയുന്നത് അക്രഡിറ്റേഷൻ സർവീസ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേകൾ കണ്ടക്ട് ചെയ്യാം. ഒന്നാമത്തത് ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഇതാണ് ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഒന്നുകിൽ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളും പേഷ്യൻസുമായിട്ട് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു സർവേ ആണ് അല്ലെ. അതായത് ഈ സർവേ ടീമിന് എന്ത് ചെയ്യാം? നേരിട്ട് അവിടെ പോവാം. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകളും മറ്റു പേഷ്യൻസുമായിട്ട് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ, ഒരു ഇന്റർവ്യൂ പോലെ അല്ലെ, ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് വിവരങ്ങൾ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഓക്കെ, പിന്നെന്താണ്? ഓൺസൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യൻസ് കെയർ പ്രോസസ് ബൈ സർവേസ്. ഇനി അതും അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം? ഹോസ്പിറ്റലിൽ പോയിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. പകരം എന്ത് ചെയ്യാം? അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒബ്സർവ് ചെയ്യാം അല്ലെ. ഓൺസൈറ്റ് ഒബ്സർവേഷൻസ് ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേസ്. അതായത് അവിടെ പോയിട്ട് പേഷ്യന്റിന്റെ പരിചരണ പ്രോസസ്സുകൾ നേരിട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്യാം. അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും ധാരാളം വിവരങ്ങൾ ആർക്ക് ലഭിക്കും? സർവേയേഴ്സിന് ലഭിക്കും. മൂന്നാമത്തെ എന്താണ്? പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതിനു പുറമെ നമ്മുടെ ഓർഗനൈസേഷൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികൾ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് നടപ്പിലാക്കിയിട്ടുള്ള പോളിസികള്, പ്രൊസീജിയറുകള്, അതുപോലെ ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങള്, അവിടുത്തെ മറ്റുള്ള ഡോക്യുമെന്റ്സ്, അത് പരിശോധിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ അതിലൂടെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാക്കാൻ പറ്റില്ലേ? ആ ഒരു സ്ഥാപനത്തിൽ ഫോളോ ചെയ്തു പോകുന്ന റൂൾസും റെഗുലേഷൻസും സ്റ്റാൻഡേർഡുകളും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് പറയുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യാം? സർവേ ടീമിന് നേരിട്ട് പോയി അവിടുത്തെ പേഷ്യൻസും സ്റ്റാഫുകളുമായിട്ട് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ കുറെ വിവരങ്ങൾ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ സർവേ ടീമിന് നേരിട്ട് അവിടെ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, പകരം അവിടെ ഒബ്സർവ് ചെയ്യാം അല്ലെ. ഓൺസൈറ്റ് ഒബ്സർവേഷൻസ് നടത്തി അങ്ങനെയും അവർക്ക് ഒരുപാട് വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികള്, പ്രൊസീജിയറുകള്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ്, അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മറ്റു ഡോക്യുമെന്റ്സുകള്, അതിന്റെ പരിശോധനയിലൂടെയും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ധാരാളം വിവരങ്ങൾ നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അക്രഡിറ്റേഷൻ സർവീസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേകൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി.
ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട്? ചെറുതായിട്ട് ബോറടിക്കുന്നുണ്ടാവുന്ന എനിക്കറിയാം. പിന്നെ ഒന്നാമത്തെ കാര്യം അത്ര എന്താ പറയാ രസമുള്ള ടോപ്പിക് ഒന്നും അല്ലല്ലോ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. നമ്മളധികം സംസാരിക്കാറില്ലല്ലോ. പലപ്പോഴും നമുക്ക് ക്ലാസ്സിൽ കയറുമ്പോൾ പോർഷൻസ് തീർക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അതേ സമയത്ത് പോർഷൻസ് തീർക്കില്ല. അതുകൊണ്ട് പലപ്പോഴും ക്ലാസ്സിൽ കയറുമ്പോൾ ഒന്നും സംസാരിക്കാനൊന്നും പറ്റാറില്ല. പെട്ടെന്ന് വന്ന് ക്ലാസ് എടുക്കുക, പോവുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വിശേഷങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ പഠിക്കാനൊക്കെ പറ്റുന്നില്ല എല്ലാവർക്കും? അപ്പൊ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് തീരും കേട്ടോ. എക്സാം നെക്സ്റ്റ് മന്ത് ഉണ്ടാവും കേട്ടോ. എക്സാം അധികം വൈകാതെ ഉണ്ടാവും. എന്തായാലും ഈ ഒരു ആഴ്ചയോടുകൂടി ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്യും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരും. അതായത് 3rd-ന്റെയും 4th-ന്റെയും മൊഡ്യൂൾ എക്സാം വരും. അത് കഴിഞ്ഞ ഉടനടി തന്നെ, ഉടനടിയിലല്ല, കുറച്ച് ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മെയിൻ എക്സാം ഉണ്ടാവും കേട്ടോ. ഓക്കെ. ഇപ്പൊ HA-17 എക്സാം, HA-17 ബാച്ചിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മിക്കവാറും അത് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഇപ്പൊ തീരുമല്ലോ. നിങ്ങളുടെ മൊഡ്യൂൾ എക്സാം പിന്നെ മെയിൻ എക്സാം കേട്ടാ. അടുത്ത മാസം എന്തായാലും ഉണ്ടാവും. ഇപ്പോഴേ തന്നെ പഠിക്കണം കേട്ടോ. എന്നായിരിക്കുന്നത് അത് ഡേറ്റ് നമ്മൾ ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. ഡേറ്റിനെ പറ്റി എനിക്ക് അറിയില്ല. നമ്മളോട് ഈ മാസത്തിൽ ഈ മന്തിനോട് കൂടിയിട്ട് പോർഷൻസ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് അയക്കും കേട്ടോ. എന്താണ്? അതെ ശരിയാ. മെയിൻ എക്സാം ഡേ ബൈ ഡേ ആയിട്ടാണ് കേട്ടോ നടത്താം. ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതായത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 എക്സാം, 3, 4 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതുവരെ നടത്തിയിരിക്കുന്നത് കേട്ടോ. എന്താണ്? ക്ലാസ് കഴിഞ്ഞാലും ഉണ്ടാവും. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരുന്ന എല്ലാ വീഡിയോസും അതിനകത്ത് കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. അപ്പൊ ഡെയിലി ഇപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവല്ലോ. അത് റെക്കോർഡഡ് ക്ലാസ് നോക്കിയിട്ടല്ലേ പഠിക്കുന്നത്. കിട്ടുന്ന സമയമൊക്കെ പഠിക്കുക കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് തുടങ്ങണ്ട. എനിക്കറിയാം വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങളിപ്പോ എത്രയോ കാര്യങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഇത് കോഴ്സ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ അതിന് സമയം കണ്ടെത്തുക കേട്ടോ. അവസാനത്തേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. പറ്റാവുന്ന രീതിയിൽ ഓരോ ദിവസം തിരിച്ച് പോയി പഠിച്ച് പോവാൻ നോക്കുക കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ പഠിച്ചു പോകും. ഓക്കെ, അങ്ങനെ നോക്കാം. നമുക്ക് പരമാവധി ടൈം ചെയ്യും. നമ്മുടെ ടൈം കുറവാണല്ലോ. ഉള്ള സമയത്ത് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇരുന്ന് പഠിക്കാനൊന്നും പണ്ടത്തെ പോലെ ഒന്നും ഇനിയിപ്പോ നമുക്ക് പറ്റിയെന്ന് വരില്ല. കിട്ടുന്ന സമയത്ത് പഠിക്കാം. ഓക്കെ, വായിച്ചോ നിങ്ങള്? പറയട്ടെ എന്ന്. അപ്പോ അക്രഡിറ്റേഷൻ സർവേ മനസ്സിലായി. അപ്പൊ ഈ സർവേയിലൂടെ നമ്മൾ പറഞ്ഞു, സർവേ കണ്ടക്ട് ചെയ്ത് സർവേ ടീമിങ്ങനെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വിവിധ യൂണിറ്റുകളൊക്കെ പരിശോധിക്കും. അതിനനുസരിച്ച് അവരൊരു സ്കോർ കൊടുക്കുന്നു പറഞ്ഞു അല്ലെ. ഓക്കെ, അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്ക് സ്കോർ അവർ കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്കോറിംഗ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. എങ്ങനെയാണ് ഈ സർവേ റിസൾട്ടുകൾ അവര് സ്കോറിംഗ് കൊടുക്കുന്നത് കേട്ടോ. സ്കോറിംഗ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോ അതിനു മുമ്പ് നിങ്ങൾ ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കിയെടുക്കണം. അല്ലാതെ പെട്ടെന്ന് വായിക്കുമ്പോൾ ഓർത്ത് വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർക്കുക. അതായത് നമ്മൾ CA പഠിച്ചപ്പോ, എഡിഷൻ പഠിച്ചപ്പോ ആദ്യം കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞ 4 സെക്ഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ചെറിയൊരു പിക്ചർ ഉണ്ടാക്കി വെക്കുക. ആദ്യം എന്താണ്? ചാപ്റ്റേഴ്സ് ആണ്. ഓരോ ചാപ്റ്റേഴ്സിന്റെ ഉള്ളിലും സ്റ്റാൻഡേർഡുകളാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കാം. ചാപ്റ്റേഴ്സ്, അതിന് ഒരു ആരോ, ആ ചാപ്റ്റേഴ്സിന്റെ അകത്തായിട്ട് എന്തുണ്ട്? സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓരോ സ്റ്റാൻഡേർഡുകളുടെയും ഉള്ളിലായിട്ട് എന്തുണ്ട്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതായത് ആദ്യം
ചാപ്റ്റർ ആണ് അല്ലെ. ചാപ്റ്ററിന്റെ ഉള്ളിലായിട്ട് സ്റ്റാൻഡേർഡുകളുണ്ട്. ഓരോ സ്റ്റാൻഡേർഡുകളുടെ ഉള്ളിലായിട്ട് എന്തുണ്ട്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതായത് മുകളിൽ നിന്ന് താഴേക്ക് കേട്ടോ. ആദ്യം ചാപ്റ്ററിന്റെ ഉള്ളില് സ്റ്റാൻഡേർഡുകളുടെ ഉള്ളിലായിട്ട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, ഇനി നമുക്കത് വായിക്കാം. ഇങ്ങനെയാണ് സ്കോറിംഗ് കേട്ടോ. സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. എന്താണ്? ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. അതായത് ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5എങ്കിലും സ്കോർ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ JCAയുടെ സ്റ്റാൻഡേർഡുകൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ആണെന്ന് ഇരിക്കട്ടെ. അതിനകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. IPSC ഒരു സ്റ്റാൻഡേർഡ് ആണ്, ACC ഒരു സ്റ്റാൻഡേർഡ് ആണ്, PFR ഒരു സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെ എത്രയോ സ്റ്റാൻഡേർഡുകളുണ്ട്. ഇതിന് ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റാൻഡേർഡിനും കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടാമത് എന്താണ്? ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. അതായത് ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓരോ ചാപ്റ്ററിനും നമ്മളൊരു ചാപ്റ്റർ വൈസ് ആയിട്ട് നോക്കുമ്പോൾ ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തത് എന്താ പറയുന്നത് നോക്കിയേ. ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗെദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. അതായത് എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ഒരു ആവറേജ് സ്കോർ എടുക്കുമ്പോൾ അത് എത്ര ഉണ്ടാകണം? 9 ഉണ്ടാകണം. അതായത് ആവറേജ് ഓഫ് ദ ഓൾ സ്റ്റാൻഡേർഡ്സ്, എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് അത് 9 ആയിരിക്കും. 9 സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? ഓൾ മെഷറബിൾ എലമെന്റ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. എല്ലാ മെഷറബിൾ എലമെന്റ്സുകളുടെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് ഓൾ മെഷറബിൾ എലമെന്റ്സ് ദാറ്റ് ഗീവ് ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് വലിയ ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്തേ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആ മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കിയെടുക്കാം. അതായത് ചാപ്റ്റേഴ്സിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്? സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഓക്കെ, ഓരോ സ്റ്റാൻഡേർഡുകളുടെയും ഉള്ളിലായിട്ട് എന്തുണ്ട്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്? ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5എങ്കിലും സ്കോർ ഉണ്ടായിരിക്കണം. ACC എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ ഒരു പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അതൊരു ചാപ്റ്റർ ആണെന്ന് വിചാരിക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിന്റെ അകത്ത് വരുന്ന ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ACC, COP, PFR അതൊക്കെ ഓരോ സ്റ്റാൻഡേർഡുകളാണ് ആണല്ലോ. ആ ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറിംഗ് ഉണ്ട്. ACCക്ക് ഒരു 5 സ്കോർ ഉണ്ടാവണം, COPക്ക് ഒരു 5 സ്കോർ ഉണ്ടാവണം, PFRന് ഒരു 5 സ്കോറെങ്കിലും ഉണ്ടാവണം. ഓക്കെ, അത് മനസ്സിലായോ? ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ ചാപ്റ്റർ 1 ഏതാണ്? PFR അല്ലെ, അതായത് APR, അതിന് ഒരു 8 സ്കോർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചാപ്റ്റർ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതിനൊരു 8 സ്കോർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ഒരു സെക്ഷൻ ഹോസ്പിറ്റൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്, അതിനൊരു 8 സ്കോർ ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തെ അക്കാഡമിക് മെഡിക്കൽ സെന്റർ, അതൊരു ഇതാണെങ്കിൽ അതൊരു ചാപ്റ്റർ ആണെങ്കിൽ അതിനൊരു 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ആ രീതിയിൽ. ഓക്കെ, പിന്നെന്താണ്? ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗെദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. അതായത് എല്ലാ സ്റ്റാൻഡേർഡ്സിനും കുറഞ്ഞത് ആവറേജ് എടുക്കുമ്പോൾ കുറഞ്ഞത് 9 സ്കോറെങ്കിലും വരണം. അതായത് ഇപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് എത്രയോ സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. ആ എല്ലാ സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് എടുക്കുമ്പോൾ സ്കോർ എത്ര വരണം? 9 എങ്കിലും വരണം. അതായത് നമ്മൾ ACC എടുക്കുമ്പോഴും COP എടുക്കുമ്പോഴും PF എടുക്കുമ്പോഴും അതിന്റെ എല്ലാത്തിന്റെ സ്കോർ എടുക്കുമ്പോൾ അതിന്റെ ആവറേജ് സ്കോർ 9 എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഓൾ മെഷറബിൾ എലമെന്റ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ സ്റ്റാൻഡേർഡ്. അതിനാണ് ആ പിക്ചർ മനസ്സിലുണ്ടാവുമെന്ന് പറഞ്ഞത്. അതായത് ചാപ്റ്ററിന്റെ ഉള്ളില് സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്, അങ്ങനെയാണല്ലോ എടുക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് എലമെന്റുകളുടെ സ്കോർ എടുത്താൽ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിന്റെ സ്കോറാണ് കിട്ടുന്നത്? സ്റ്റാൻഡേർഡിന്റെ സ്കോറാണ് കിട്ടുന്നത്. ആ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിലല്ലേ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഇരിക്കുന്നത്. ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുടെ എല്ലാം ആവറേജ് സ്കോറിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിന്റെ സ്കോറാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് എന്തിന്റെ സ്കോർ കിട്ടും? ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. എല്ലാ ചാപ്റ്ററിന്റെയും ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ടോട്ടൽ സ്കോർ നമുക്ക് കിട്ടും. മനസ്സിലായോ?
ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ പിക്ചറിലെ പോലെ നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ചാപ്റ്ററിന്റെ ഉള്ളില് സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്, എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെയും ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് ആ സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് ആ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. എല്ലാ ചാപ്റ്ററിന്റെയും ഓവറോൾ സ്കോർ എടുത്തു കഴിഞ്ഞാൽ, ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് ടോട്ടൽ സ്കോർ ആയിരിക്കും ലഭിക്കും. മനസ്സിലായോ? ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി എടുക്കാൻ മതി കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. സ്കോറിംഗ് സർവേ റിസൾട്ട് നോക്കാം. ഈച്ച് മെഷറബിൾ ഇലമെന്റ് ME is scored net to 10, partially net to 5, നോട്ട് നെറ്റ് 0. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് ഇലമെന്റിനെ പറ്റി പറഞ്ഞു. ഈ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകൾ എല്ലാം തന്നെ എന്താണ് നെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 10 സ്കോർ കൊടുക്കാം. ഇപ്പൊ ഞാനൊരു കാര്യം, ഒരു സ്റ്റാൻഡേർഡ് എടുക്കുകയാണ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? അതായത് ഒരു ഹോസ്പിറ്റല് അവരുടെ ആ ഒരു ക്വാളിറ്റി അല്ലെ, അവര് പാലിക്കേണ്ട ചില എന്താ പറയാ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ക്രൈറ്റീരിയാസ്, അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോ പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കാം. ആ സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഇലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ് ഇലമെന്റ് അഥവാ മെഷറബിൾ ഇലമെന്റ് എന്ന് പറയുന്നത്. പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് ഇരിക്കട്ടെ. ആ ഒരു പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ഫാക്ടേഴ്സുകൾ ഉണ്ട്. ആ ഫാക്ടേഴ്സുകളെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് അഥവാ മെഷറബിൾ ഇലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ മെഷറബിൾ ഇലമെന്റ്സുകളും മെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 10 സ്കോർ കൊടുക്കാം. ഓക്കെ, ഒരു പേഷ്യന്റ് സേഫ്റ്റി നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? പല രീതിയിൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എന്താണ്, അവിടെ ഒരു പേഷ്യന്റ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ ആ ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ, അതൊരു കമ്പോണന്റ് ആണ്, അതൊരു ഫാക്ടർ ആണ്. അത് വെച്ച് നമുക്ക് അളക്കാൻ പറ്റും പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെ. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ സംവിധാനങ്ങളും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ, അത് രണ്ടാമത്തെ ഫാക്ടർ. അത് വെച്ച് നമുക്ക് പേഷ്യന്റിന്റെ സേഫ്റ്റി അളക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ 2 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പറയുന്ന എല്ലാ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകളും സാറ്റിസ്ഫൈ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ആ ഒരു ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഫുൾ സ്കോർ കൊടുക്കാം. മെറ്റ് ചെയ്യുന്നതിൽ 10 ആണ് സ്കോർ കൊടുക്കുന്നത്. പാർഷ്യലി മെറ്റ്, പകുതി മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് 5 സ്കോർ കൊടുക്കാം. ഇനി നോട്ട് മെറ്റ്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കോർ കൊടുക്കണ്ട, 0 സ്കോർ കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ എല്ലാ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ സ്കോർ ആയിട്ടുള്ള 10 കൊടുക്കാം. പാർഷ്യലി ആണ് മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പകുതി മാത്രമാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ 5 സ്കോർ കൊടുക്കാം. ഇനി ഒന്നും തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 സ്കോർ അവിടെ കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കി, ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റർ. ആ പിക്ചർ നിങ്ങൾ ഓർക്കാം, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകളുടെ ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റർ. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് ആ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും അല്ലേ? അല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? all chapters are averaged to obtain the overall score. എല്ലാ ചാപ്റ്റേഴ്സുകളുടെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ടോട്ടൽ സ്കോർ നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അങ്ങനെയാണ് ആ സർവേയുടെ സ്കോറിംഗ് വരുന്നത്. അപ്പൊ പിക്ചർ ഉണ്ടായാൽ മതി. ചാപ്റ്ററിന്റെ ഉള്ളിലെ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിലെ ഒബ്ജക്റ്റീവ് ഇലമെന്റ്. ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകളുടെ ആവറേജ് സ്കോറിലൂടെ നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടുന്നു. എല്ലാ സ്റ്റാൻഡേർഡിന്റെ ആവറേജ് സ്കോറിൽ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടുന്നു. എല്ലാ ചാപ്റ്ററുകളുടെയും ആവറേജ് സ്കോറിലൂടെ ഓവറോൾ സ്കോർ ആണ് ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അതിനൊരു ഐഡിയ ഉണ്ടാക്കി എടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയോ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് NABH ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ NABH പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ അധികം ബോറടിപ്പിക്കുന്നില്ല. NABH നമ്മൾ എവിടെ പഠിച്ചതാണ്? ക്വാളിറ്റി അഷുറൻസിനകത്ത് പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഫുൾ ഫോം ആദ്യം പഠിക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്
ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. നോക്കാം, NABH സ്റ്റാൻഡേർഡ്സ് ആർ റീഫോംഡ് എവറി 4 years. അണ്ടർലൈൻ ചെയ്യാം, കമ്പയർ ചെയ്യാം. JCA റിവൈസ് ചെയ്യുന്നത് എത്ര വർഷം കൂടുമ്പോഴാ? 3 വർഷം കൂടുമ്പോഴ്. NABH അതിന്റെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് എത്ര വർഷം കൂടുമ്പോഴാ? 4 വർഷം കൂടുമ്പോൾ അല്ലെ, 4 years ആണ്. And now the hospital implements 5th edition standards April 2020. 2020 ഏപ്രിലില് നിലവിലിരിക്കുന്നത് 5ാമത്തെ എഡിഷൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ JCA 5th എഡിഷൻ ആണ് പറഞ്ഞത്. അത് ഏത് വർഷമായിരുന്നു? 2014 ഏപ്രിലുണ്ട്. ഇനി നമ്മുടെ NABH 5th എഡിഷൻ എന്നാണ്? 2020 ഏപ്രിൽ 2020 ഡേറ്റ് പറയുന്നില്ല. ഓക്കെ, ഇനി NABH സ്റ്റാൻഡേർഡ് സെന്റേഴ്സ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് ബൈ ദ ഹോസ്പിറ്റൽ ഇൻ എ ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. NABH സ്റ്റാൻഡേർഡുകൾ എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റ് സേഫ്റ്റിക്കും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസിനെയാണ് NABH സ്റ്റാൻഡേർഡുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെന്താണ്? NABH is given by an autonomous body set up by the government of India known as QCI, which is the standard making body in India. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് എന്നറിയപ്പെടുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോനോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും മതി കേട്ടോ. ഞാൻ കൂടുതൽ എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. ബാക്കി നമ്മൾ പഠിച്ച NABH ഒക്കെ സെയിം ആണ്. ക്വാളിറ്റി അഷുറൻസിൽ നമ്മൾ പഠിച്ചില്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണെന്നറിയോ? നമ്മൾ അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു 32 എണ്ണം പഠിച്ചത് ഓർമ്മയുണ്ടാവും. ഓക്കെ, അതേ 32 എണ്ണത്തിന്റെ ഫോർമുലാസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താ പറയാ, ഈ ഒരു ഫോർമുലാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഏകദേശം നമുക്ക് NABH വരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒരു 3 ക്ലാസ് കിട്ടുമായിരിക്കാം. 3 ക്ലാസ്സിൽ നമുക്ക് ഇത് തീർക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. മാക്സിമം നമുക്ക് ഇത് തീർക്കാം കേട്ടോ. ഓക്കെ, കാരണം NABH നമുക്ക് കൂടുതൽ പറയേണ്ടി വരില്ല. കാര്യം നമ്മൾ എവിടെ പഠിച്ചതാണ്? ക്വാളിറ്റി അഷുറൻസിനകത്ത് പഠിച്ച അതേ കണ്ടന്റ് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം. JCA എത്ര സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്? 255 സ്റ്റാൻഡേർഡും 1160 ഒബ്ജക്റ്റീവ്. അതുപോലെ 3 വർഷം കൂടുമ്പോഴാണ് അവിടെ റിവൈസ് ചെയ്യുന്നത്. NABH എന്ന് പറയുമ്പോൾ എന്താണ്? അത് 2014 അല്ല, JCA ആകുമ്പോൾ അവിടെ NABH ആകുമ്പോൾ 10 ചാപ്റ്റർ 100 സ്റ്റാൻഡേർഡ് 651 ഒബ്ജക്റ്റീവ് കേട്ടോ. ഇവിടെ 4 വർഷം കൂടുമ്പോഴാണ് അത് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ JCA ഫുൾ ഫോം നിങ്ങൾ പഠിക്കാം, NABH ഫുൾ ഫോം പഠിക്കാം. ഇതൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? ഞാനെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.